ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഗണിതം സബ്ജക്റ്റിൽ വരുന്ന 8ാമത്തെ പാഠമാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇങ്ങനെ അളക്കാം. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവരൊക്കെ കാണുക. നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ നമുക്ക് പാഠഭാഗം നോക്കാം. നമ്മൾ ഈ പാഠഭാഗത്തിൽ സെൻറ്റിമീറ്ററിനെ കുറിച്ചും മില്ലിമീറ്ററിനെ കുറിച്ചുമാണല്ലോ പഠിക്കുന്നത്. നമുക്ക് സെൻറ്റിമീറ്റർ തന്നാൽ മില്ലിമീറ്ററിലേക്ക് മാറ്റാനും മില്ലിമീറ്റർ തന്നിട്ട് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ പറയാനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നതെന്ന് നോക്കാം. ചെറിയ നീളം. സെൻറ്റിമീറ്ററിനേക്കാൾ നീളം കുറവുള്ളത് എന്തെല്ലാം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെൻസിലും പെന്നും സ്കെയിലും നോട്ട്ബുക്കും ഒക്കെ അളന്ന് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? അളവുകൾ സെൻറ്റിമീറ്റർ, എന്നെങ്കിൽ 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കൂടുതലുള്ള വസ്തുക്കളായിരുന്നു നമ്മൾ അളന്നിരുന്നത്. ഇവിടെ ചോദിക്കുകയാണ് സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന്. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. സ്ക്രൂവിൻ്റെ നീളം എത്രയാണ്? 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും താഴെയാണ് വരുന്നത്. സ്ക്രൂവിൻ്റെ നീളം എണ്ണി നോക്കിക്ക്, എത്ര ചെറിയ വരകളുണ്ട്? 8 ചെറിയ വരകളാണുള്ളത്. അതിനർത്ഥം നമ്മുടെ സ്ക്രൂവിൻ്റെ നീളം വരുന്നത് 8 മില്ലിമീറ്റർ ആണ്. നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ ആവണമെങ്കിൽ 10 മില്ലിമീറ്ററുകൾ വേണം. ഇവിടെ 8 മില്ലിമീറ്ററേ ഉള്ളൂ. ഇത് 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും താഴെയാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇനി നിങ്ങളെടുത്ത് പറയാണ് മറ്റു വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ. നമുക്ക് എന്തൊക്കെ എഴുതാം? പെൻസിലിൻ്റെ കൂർത്ത ഭാഗം, പെൻസിലുകൊണ്ട് നമ്മൾ എഴുതുന്ന ഭാഗമില്ലേ, കൂർത്ത ഭാഗം ഒരറ്റം, അത് അളന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുക 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവായിരിക്കും. പിന്നെ വസ്ത്രങ്ങളുടെ ബട്ടൺസ്, അത് അളന്ന് നോക്കിയാലും നമുക്ക് കിട്ടുക 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവാണ്. പിന്നെ ഉറുമ്പ് എല്ലാ ഉറുമ്പുക്കളും എന്താണ്? 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവാണ് അതിൻ്റെ വലുപ്പം വരുന്നത്. നമുക്കൊന്ന് ഉറുമ്പിനെ അളന്ന് നോക്കിയാലോ? ഓക്കെ, നമുക്കൊരു സ്കെയിൽ എടുക്കാം. എന്നിട്ട് കറക്റ്റ് എന്താണ് ഉറുമ്പിൻ്റെ തുടക്ക ഭാഗം കറക്റ്റ് 0 പോയിന്റിൽ വെക്കുക. എന്നിട്ട് ഉറുമ്പ് എവിടെയാണ് വരുന്നത്? എത്ര മില്ലിമീറ്റർ ആണെന്ന് എണ്ണി നോക്കിക്കേ. 8 മില്ലിമീറ്റർ ആണ് ഉറുമ്പിൻ്റെ നീളം വരുന്നത്. അതായത് 1 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കുറവല്ലേ? ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പട്ടിക പൂർത്തിയാക്കൂ. മികവുത്സവത്തിൽ വസ്തുക്കളുടെ നീളം കണക്കാക്കുകയാണ് സാനുവിൻ്റെ കൂട്ടുകാർ. പട്ടിക പൂർത്തിയാക്കാൻ സഹായിക്കൂ. ഇവിടെ സാനുവിൻ്റെ ഫ്രണ്ട്സ്, കൂട്ടുകാർ കുറച്ച് വസ്തുക്കൾ അളന്ന് നോക്കിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും തന്നിട്ടില്ല. ഇവിടെ നമുക്ക് കുറച്ച് കള്ളികൾ എന്താണ് പൂരിപ്പിക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം റാണി ചിന്നുവിൻ്റേത് നോക്കാം. ഏത് വസ്തുവാണ് അളന്നത്? റിബണാണ്. സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും ഇവിടെ തന്നിട്ടുണ്ട്. അവരുടെ റിബൺ അളന്നപ്പോൾ അവർക്ക് കിട്ടിയ നീളം 16 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണ്. ഇതിനെ നമുക്ക് മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ എളുപ്പത്തിൽ എഴുതാൻ ഒരു വഴിയുണ്ട്. ഒരു ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട്. എന്താണ്? 16 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും എന്നല്ലേ നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എഴുതാൻ ഇതിനെ ചേർത്ത് അങ്ങ് എഴുതി കൊടുത്താൽ മതി. അതായത് 16നെയും 5നെയും ചേർത്ത് എഴുതുക. അപ്പോൾ നമുക്ക് 165 എന്ന് കിട്ടും. ഇവിടെ 16 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത് മില്ലിമീറ്ററിൽ മാത്രമായിട്ട് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 165 മില്ലിമീറ്റർ എന്നാണ്. നമുക്ക് ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. 16 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 16നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 16 ഗുണിക്കണം 10 എത്രയാണ്? നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം 16 ഗുണിക്കണം 1, 16 തന്നെയാണ്. പിന്നെ നമ്മുടെ 0 ഇട്ട് കൊടുക്കുക. 10ൽ ഒരു 0 ആണ്. സോ 16 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഉത്തരം എത്ര കിട്ടി? 160 എന്ന് കിട്ടിയില്ലേ? 160 മില്ലിമീറ്റർ ആണ് 16 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ 160 മില്ലിമീറ്ററിനോട് 5 മില്ലിമീറ്റർ കൂട്ടിക്കേ. അപ്പോൾ എത്രയായി? 160 കൂട്ടണം 5 എത്രയാണ്? 165 മില്ലിമീറ്റർ. ഇത് തന്നെയല്ലേ നമ്മൾ തൊട്ട് മുൻപേ ഇവിടെ എഴുതിയ ഉത്തരവും?
സോ രണ്ട് രീതിയിലും മനസ്സിലാക്കി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 16നെയും 5നെയും ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. അതൊരു എളുപ്പ വഴിയാണ്. അടുത്തത് രണ്ടാമത്തത് നോക്കിക്കേ. ടീനുവും അപ്പുവും ഏത് വസ്തുവാണ് അവർ അളന്നത്? ചണനൂലാണ്. എത്രയാണ്? സെന്റിമീറ്ററിലും മീറ്ററിലും നമുക്ക് തന്നിട്ടില്ല, നമുക്ക് മില്ലിമീറ്ററിൽ മാത്രമായിട്ടാണ് തന്നത്. എന്താണ്? 256 മില്ലിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതാണ് 10 കൊണ്ട് ഹരിക്കുക. നിങ്ങൾ ഇവിടെ 256നെ 10 കൊണ്ട് ഹരിച്ച് നോക്കിക്കേ. 256 ഹരിക്കണം 10 ആണല്ലോ. 256ൽ എത്ര 10 ഉണ്ടെന്ന് നോക്കാം. അതിന് ആദ്യം 25ൽ എത്ര 10 ഉണ്ട്? 2 10 ആണ്. 2 10 20. ബാലൻസ് 56 വരും. 56ൽ 5 10 ആണുള്ളത്. 5 10 എത്രയാണ്? 50 ആണ്. സോ ഇനി ബാലൻസ് 6 വരും. 6ൽ 10 ഇല്ല. സോ നമ്മുടെ ഹരണം ഇവിടെ അവസാനിക്കും. ഇവിടെ മുകളിൽ കിട്ടിയ 25 അതാണ് സെന്റിമീറ്റർ. ഇവിടെ 25 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. ഇനി താഴെ ബാലൻസ് വന്ന ശിഷ്ടം വന്ന 6 അതാണ് മില്ലിമീറ്റർ. ഇവിടെ 6 മില്ലിമീറ്റർ ആണ് ഉള്ളത്. സോ നമുക്ക് എത്ര സെന്റിമീറ്ററും എത്ര മില്ലിമീറ്ററും കിട്ടി? 25 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും. ഇത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. 256 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്ററും 6 മില്ലിമീറ്ററും ആണ്. മൂന്നാമത്തത് മനുവും കനിയും. അവൻ എന്ത് വസ്തുവാണ് അളന്നത്? വർണ്ണക്കടലാസ്. അവർക്ക് കിട്ടിയിട്ടുള്ളത് 24 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത്? 24 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന്. റാണിയും ചിന്നും അളന്നതിൽ നിന്ന് എന്താണ് ഇവിടെ വ്യത്യാസം? റാണിയുടേതും ചിന്നുൻ്റേതും സെന്റിമീറ്ററും മില്ലിമീറ്ററും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചേർത്തങ്ങ് എഴുതിയത്. ഇവിടെ മനുവിൻ്റെതും കനിയുടേതും 24 സെന്റിമീറ്ററിന് മാത്രമാണ് തന്നിട്ടുള്ളത്. സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 10 കൊണ്ട് എളുപ്പത്തിൽ ഗുണിക്കാൻ നിങ്ങൾക്കറിയില്ലേ? 24 ഗുണിക്കണം 10 എത്രയാണ്? 24 കഴിഞ്ഞിട്ട് ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. 24 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 240 മില്ലിമീറ്റർ ആണ്. ഓക്കെ. അവസാനത്തത് സാക്ഷിയും ശ്രേയയുമാണ്. അവരെന്താണ്? കട്ടിയുള്ള നൂലാണ് അളന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള നീളം 140 മില്ലിമീറ്റർ ആണ്. ഇവിടെ മില്ലിമീറ്ററിൽ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും മാറ്റി എഴുതണം. അതിനെന്ത് ചെയ്താൽ മതി? മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 140 ഹരിക്കണം 10 ചെയ്താൽ മതി. നമുക്ക് 140 ഹരിക്കണം 10 ഒന്ന് ചെയ്ത് നോക്കാം. 140 ഹരിക്കണം 10. ആദ്യം 14ൽ എത്ര 10 ഉണ്ടെന്ന് നോക്കുക. 14ൽ ഒരു 10 ആണുള്ളത്. സോ നിങ്ങൾ ഒന്ന് എഴുതുക. ഒരു 10 എന്താണ്? ഒരു 10 10 ആണ്. 14ൽ നിന്ന് 10 കുറച്ചാൽ 4 0 ഇറക്കിയിടുക. 40ൽ 4 10 ആണുള്ളത്. 4 10 40 ആണ്. 0 കിട്ടും. ഇവിടെ മുകളിൽ കിട്ടിയിട്ടുള്ള 14 അതാണ് സെന്റിമീറ്റർ എന്ന് വരിക. ഇവിടെ 14 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ശിഷ്ടമായിട്ട് 0 ആണ്. അതുകൊണ്ട് ഇവിടെ മില്ലിമീറ്റർ ഇല്ല. സോ നമ്മുടെ ഉത്തരം എന്താണ്? 140 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 14 സെന്റിമീറ്റർ ആണ്. അവിടെ 14 സെന്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. നമ്മളിവിടെ പട്ടിക പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പേജ് എടുക്കുക. ഈർക്കിൽ ചതുരം. ഇവിടെ ഈർക്കിൽ ഉപയോഗിച്ച് ടീനു 9 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ വശമുള്ള ഒരു സമചതുരം ഉണ്ടാക്കുകയാണ്. ഇതിനായി മുറിച്ചെടുത്ത ഈർക്കിളിൻ്റെ ആകെ നീളം എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കുക. ടീനു എന്താണ് തയ്യാറാക്കുന്നത്? സമചതുരമാണ്. അതിന് ഒരു വശം എന്ന് പറയുന്നത് 9 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. നമുക്ക് ആകെയുള്ള ഈർക്കിളിൻ്റെ നീളമാണ് ചോദിച്ചത്. സോ ഒരു സമചതുരം എന്ന് പറയുമ്പോൾ എത്ര വശങ്ങളുണ്ടാകും?
നമുക്ക് ആദ്യം ഒരു സമചതുരം തയ്യാറാക്കുമ്പോൾ എത്ര ഈർക്കിളുകളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം സമചതുരം തയ്യാറാക്കാം. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ. ആദ്യം ഒരു ഈർക്കിലെടുത്തു, 2 ഈർക്കിലെടുത്തു, മൂന്നാമത്തെ ഈർക്കിലും എടുത്തു, 4 ഈർക്കിലെടുത്തു. ഇപ്പോൾ സമചതുരം ആയില്ലേ? സോ എന്ത് മനസ്സിലാക്കാം? ഒരു സമചതുരത്തിന് 4 ഈർക്കിളുകളാണ് വേണ്ടത്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വശവും തുല്യമായിരിക്കും അല്ലേ? സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കും. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു വശം എന്താണ് 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള 4 വശങ്ങളും എന്ത് തന്നെയാണ്? 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. അതായത് 4 എന്താണ് 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും വന്നു. മൊത്തത്തിൽ ആകെയുള്ള ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം നോക്കാൻ വേണ്ടിയിട്ടില്ലേ? ഓരോന്നും 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിനെ മാത്രം ഒന്ന് ഗുണിച്ച് നോക്കാം. 4 ഗുണിക്കണം 9 എത്രയാണ്? 36 എന്ന് കിട്ടും. 4 9 36 സോ നമുക്കിവിടെ 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മില്ലിമീറ്ററിനെ മാത്രം ഒന്ന് ഗുണിക്കാം. ഇവിടെ എത്ര മില്ലിമീറ്റർ ആണ് തന്നിട്ടുള്ളത്? 5 മില്ലിമീറ്റർ എന്നാണ്. സോ നമുക്ക് 4 ഗുണിക്കണം 5 ചെയ്ത് നോക്കാം. 4 ഗുണിക്കണം 5 എത്രയാണ്? 20 ആണ്. 20 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് 36 സെൻറ്റിമീറ്ററും 20 മില്ലിമീറ്ററുമാണ് ആകെയുള്ള ഈർക്കിലിൻ്റെ നീളം കിട്ടിയത്. ഇനി ഇവിടെ 20 മില്ലിമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? 20-ൽ 10 പോകുമല്ലോ. എത്ര 10 ആണ് 20-ലുള്ളത്? 20 ഹരിക്കണം 10 ഒന്ന് ചെയ്തേ. 20-ൽ 2 10കളാണുള്ളത്. സോ 2 10കൾ എന്ന് പറയുമ്പോൾ ഓരോ 10ഉം എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. 2 10 ആകുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആയി. 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. നമ്മളോട് ഈർക്കിലിൻ്റെ ആകെയുള്ള നീളമാണ് ചോദിച്ചത്. 36 സെൻറ്റിമീറ്ററും 20 മില്ലിമീറ്ററും എന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്. പിന്നെ നമ്മൾ ഈ 20 മില്ലിമീറ്ററിനെ കൂടി എന്താക്കി? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് 36 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും കിട്ടി. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. 36 കൂട്ടണം 2 എത്രയാണ്? 38 ആണ്. സോ നമ്മുടെ ഈർക്കിലിൻ്റെ ആകെയുള്ള നീളം എന്ന് പറയുന്നത് 38 സെൻറ്റിമീറ്റർ ആണ്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? നമ്മൾ ഇവിടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുള്ളത്. ഒരു ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണല്ലോ. 4 ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? സമചതുരം തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞു 4 ഈർക്കിളാണ് വേണ്ടത്. സോ 4 ഈർക്കിളിൻ്റെ നീളം എത്രയാണ്? 4 ഗുണിക്കണം 9. ആദ്യം സെൻറ്റിമീറ്റർ മാത്രം ചെയ്തു 36 എന്ന് കിട്ടി. പിന്നെ 4 ഗുണിക്കണം 5 മില്ലിമീറ്ററിനെ ഗുണിച്ചു 20 മില്ലിമീറ്റർ എന്ന് കിട്ടി. 20 മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 20 ഹരിക്കണം 10 എത്ര കിട്ടി? 2 എന്ന് കിട്ടി. സോ നിങ്ങൾ അവിടെ എഴുതുക 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 4 ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം അതായത് എത്രയാണ്? 36 സെൻറ്റിമീറ്ററിനോട് 2 സെൻറ്റിമീറ്റർ കൂട്ടുക. അപ്പോൾ നമുക്ക് 38 എന്ന് കിട്ടും. അവിടെ നിങ്ങൾ 38 എന്ന് എഴുതി കൊടുക്കുക. ഇനി താഴെ നമുക്ക് ഉത്തരം എഴുതേണ്ട മറ്റൊരു രീതിയാണ്, മറ്റൊരു മെത്തേഡാണ് പറയുന്നത്. 2 മെത്തേഡിൽ എഴുതിയാലും ശരിയാണ്. നമുക്ക് താഴെയുള്ള രീതി ഒന്ന് നോക്കാം. ഒരു ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണ്. 4 ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? മില്ലിമീറ്ററിൽ മാത്രം എഴുതുമ്പോൾ 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 95 മില്ലിമീറ്റർ എന്നല്ലേ? മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എഴുതാൻ 9നെയും 5നെയും അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി.
അപ്പോൾ നമുക്ക് മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എഴുതുമ്പോൾ 95 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി 4 ഗുണിക്കണം 95 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 380 മില്ലിമീറ്റർ എന്ന് കിട്ടി. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 10 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 380 ഹരിക്കണം 10 നമുക്ക് 38 എന്ന് കിട്ടും. അതായത് ആകെയുള്ള ഈർക്കിലിൻ്റെ നീളം 38 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇത് തന്നെയല്ലേ നമുക്ക് മുകളിലും കിട്ടിയത്? 2 മെത്തേഡിലും 2 വഴിയിലും എഴുതിയാലും ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ള വഴി നിങ്ങൾക്ക് എഴുതാം. അടുത്തത് നോക്കിക്കേ, ഈർക്കിലിൻ്റെ ആകെ നീളം. സാക്ഷി 4 ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് ചതുരം ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സാക്ഷി ചതുരമാണ് തയ്യാറാക്കുന്നത്. 4 സൈഡാണല്ലോ, 4 വശങ്ങളാണല്ലോ ചതുരത്തിനുണ്ടാവുക. അവിടെ 4 ഈർക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് ചതുരം ഉണ്ടാക്കുന്നത്. 2 കഷ്ണങ്ങളുടെ ആകെ നീളം 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും മറ്റു 2 കഷ്ണങ്ങളുടെ ആകെ നീളം 16 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ്. ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ സാക്ഷി തയ്യാറാക്കുന്നത് ചതുരമാണ്. നിങ്ങൾക്കറിയോ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചതുരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ 2 വശവും തുല്യമായിരിക്കും, ഈ 2 വശവും തുല്യമായിരിക്കും. അതായത് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചുവപ്പ് എന്ന് വര കൊടുത്ത 2 വശങ്ങളും തുല്യമായിരിക്കും, നീലാന്ന് അടയാളപ്പെടുത്തിയ 2 വശവും തുല്യമായിരിക്കും. സോ നമുക്ക് ആകെയുള്ള നീളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ 4 സൈഡും 4 വശങ്ങളും കൂട്ടിയാൽ മതിയല്ലോ. ഈ 2 സൈഡിൻ്റെത് 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണെന്ന് നമുക്കറിയാം. മറ്റേ 2 നീല 2 വശങ്ങളുടെ ആകെയുള്ള നീളം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററുമാണ്. ഇനി ഈ 2ഉം കൂടി കൂട്ടിയാൽ നമുക്ക് ആകെയുള്ള നീളം കിട്ടി. ആദ്യം നമുക്ക് സെൻറ്റിമീറ്ററുകൾ മാത്രം കൂട്ടാം. 20 കൂട്ടണം 16 എത്രയാണ്? ആദ്യം നമുക്ക് സെൻറ്റിമീറ്റർ മാത്രമാണ് കൂട്ടുന്നത്. സെൻറ്റിമീറ്ററുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, മില്ലിമീറ്ററുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. സോ ഇവിടെ 36 സെൻറ്റിമീറ്റർ കിട്ടും. 20 സെൻറ്റിമീറ്ററും 16 സെൻറ്റിമീറ്ററും എത്രയാണ് കിട്ടുക? 36 സെൻറ്റിമീറ്റർ എന്ന്. ഇനി നമുക്ക് 4 മില്ലിമീറ്ററും 6 മില്ലിമീറ്ററും ഒന്ന് കൂട്ടാം. 6 + 4 എത്രയാണ്? 10 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇവിടെ 10 മില്ലിമീറ്റർ എന്ന് കിട്ടിയാൽ നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ അല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ഈ 1 സെൻറ്റിമീറ്റർ കൂടി നമുക്ക് 36നോട് ഇനി കൂട്ടാം, 37 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയ ആകെയുള്ള നീളം എന്ന് പറയുന്നത് 37 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നിങ്ങൾ അവിടെ താഴെയുള്ള ഞാൻ കണക്കാക്കിയത് എന്നുള്ള പെട്ടിയിൽ എഴുതി കൊടുക്കുക. ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും 16 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും കൂട്ടിയപ്പോൾ നമുക്ക് 36 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററും കിട്ടി. ഈ 10 മില്ലിമീറ്റർ എന്താണ്? 1 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അതുകൊണ്ട് 36 സെൻറ്റിമീറ്ററിനോട് 1 സെൻറ്റിമീറ്റർ കൂട്ടി 37 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഈർക്കിലിൻ്റെ ആകെയുള്ള നീളം എത്രയാണ്? 37 സെൻറ്റിമീറ്റർ. അടുത്തത് ആകെ നീളം. ഒരു പെൻസിലിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും മറ്റൊരു പെൻസിലിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ്. രണ്ടും കൂടി ആകെ എത്ര നീളമുണ്ടെന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് 2 പെൻസിലുകളുടെ നീളം തന്നിട്ടുണ്ട്. ആകെ നീളം ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ 2 പെൻസിലിൻ്റെ നീളം കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും 5 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്ററും തമ്മിലൊന്ന് കൂട്ടി നോക്കാം. നമുക്കറിയാം കൂട്ടുമ്പോൾ സെൻറ്റിമീറ്ററുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. സോ നമുക്ക് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആദ്യം കൂട്ടാം. 7 കൂട്ടണം 5 എത്രയാണ്? 12 ആണ്. 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് മില്ലിമീറ്ററുകൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. 8 കൂട്ടണം 3 എത്രയാണ്? 11 എന്ന് കിട്ടും. 8 മില്ലിമീറ്ററും 3 മില്ലിമീറ്ററും കൂട്ടിയപ്പോൾ നമുക്ക് 11 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, 11 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കൂടെ? 10 മില്ലിമീറ്റർ ആണല്ലോ 1 സെൻറ്റിമീറ്റർ. 11 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും ആണ് അല്ലേ?
ഇപ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റിമീറ്ററും കിട്ടി, മില്ലിമീറ്ററുമായി. ഇനി ഈ ഒരു സെൻറ്റിമീറ്റർ ഇല്ലേ, അത് നമ്മൾ 12 സെൻറ്റിമീറ്ററിനോട് കൂട്ടുക. അപ്പോൾ നമുക്ക് 12 കൂട്ടണം 1 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മുടെ ആദ്യത്തെ 1 മില്ലിമീറ്ററും 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും. നമ്മുടെ പെൻസിലിൻ്റെ ആകെയുള്ള നീളം എത്രയാണ്? 13 സെൻറ്റിമീറ്ററും 1 ഇവിടെ കുട്ടി പറയാണ്, മനുവിൻ്റെയും കനിയുടെയും പെൻസിലിൻ്റെ ആകെ നീളമാണ് എൻ്റെ പെൻസിലിൻ്റെ നീളം. നമുക്ക് കിട്ടിയില്ലേ എത്രയാണ് പെൻസിലിൻ്റെ നീളം? 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററുമാണ്. സോ ഈ കുട്ടിയുടെ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററുമാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെയുള്ള ചിത്രത്തിൽ തന്നിട്ടുണ്ട്. 2 പെൻസിലും കൂടി ചെറിയ പെൻസിലുകളും കൂടി കൂട്ടിയപ്പോൾ വലിയ പെൻസിലിൻ്റെ നീളം 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററുമാണ്. ഇതിനെ നമുക്ക് മില്ലിമീറ്ററിൽ മാത്രം പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററുമാണല്ലോ. 13നെയും 1നെയും അങ്ങ് കൂട്ടിച്ചേർക്കുക. അതായത് 131 എന്ന് കിട്ടും. ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് 131 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 2 രീതികൾ, 2 മെത്തേഡുകൾ തന്നിട്ടുണ്ട്. രീതി 1, 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്ററും 5 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്ററും തമ്മിൽ കൂട്ടുക. 12 സെൻറ്റിമീറ്ററും 11 മില്ലിമീറ്ററും കിട്ടി. 12 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും ആണല്ലോ ഇത്. ഇതിനെ 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും എന്നെഴുതി. നമ്മളിവിടെ ചെയ്ത് കാണിച്ചില്ലേ, അതേ രീതി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി രീതി 2 നോക്കിക്കേ. 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററിനെ എന്തെഴുതി? മില്ലിമീറ്ററിൽ മാത്രമായിട്ട് എഴുതി. മില്ലിമീറ്ററിൽ മാത്രം എഴുതണമെങ്കിൽ 7നെയും 8നെയും ഒരുമിച്ച് എഴുതുക. 78 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ പെൻസിലിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആയിരുന്നു. ഇതിനെയും മില്ലിമീറ്ററിൽ മാത്രം എഴുതി 53 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്ക്. അതായത് 78 മില്ലിമീറ്ററും 53 മില്ലിമീറ്ററും തമ്മിൽ കൂട്ടി നോക്കുക. 131 മില്ലിമീറ്റർ എന്ന് കിട്ടി. 1 സെൻറ്റിമീറ്ററിലുള്ള രീതിയാണ്. രണ്ടാമത്തത് മില്ലിമീറ്ററിലൂടെ കൂട്ടുന്ന രീതിയാണ്. 2 രീതിയിൽ ചെയ്താലും ശരി തന്നെയാണ്. സോ ഇവിടെ താഴെ ബ്ലൂ കോളത്തിൽ കൊടുത്തത് നോക്കിക്കേ. സെൻറ്റിമീറ്ററിനെ സെമി എന്നും മില്ലിമീറ്ററിനെ മീമി എന്നും എഴുതാറുണ്ട്. ഷോർട്ടാക്കി യൂണിറ്റിൽ എഴുതിയാൽ സെമി എന്നും മീമി എന്നുമാണ് മില്ലിമീറ്ററിനെ എഴുതുന്നത്. അടുത്ത പേജ് നോക്കിക്കേ. പൊട്ടിയ സ്കെയിൽ. എൻ്റെ സ്കെയിൽ പൊട്ടിപ്പോയി. 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും നീളമുള്ള കഷ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ പെൺകുട്ടി പറയാണ് സ്കെയിൽ പൊട്ടി. അവളുടെ കയ്യിൽ ഒരു സ്കെയിലിൻ്റെ ഒരു കഷ്ണമുണ്ട്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ്. ഇനി ആൺകുട്ടി പറയാണ് ബാക്കി എൻ്റെ കയ്യിലുണ്ട്. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന സ്കെയിലിൻ്റെ ബാക്കി കഷ്ണം ഈ ആൺകുട്ടിയുടെ കയ്യിലുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ 15 സെൻറ്റിമീറ്റർ ആണ്. 2 സ്കെയിലുകളും പൊട്ടിപ്പോയ 2 കഷ്ണങ്ങളും കൂട്ടിച്ചേർത്താൽ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. സോ ഇവിടെ മനസ്സിലാക്കുക, 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് പൊട്ടിപ്പോയത്. അതിലൊരു കഷ്ണം ഇവളുടെ കയ്യിൽ, ഒരു കഷ്ണം ആൺകുട്ടിയുടെ കയ്യിലുമുണ്ട്. നമ്മളെടുത്ത് ചോദിച്ചത് ആൺകുട്ടിയുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ നീളം എത്രയാണെന്നാണ്. അതറിയാൻ വേണ്ടിയിട്ട് ആകെയുള്ള സ്കെയിലിൻ്റെ നീളം 15 സെൻറ്റിമീറ്ററിൽ നിന്നും പെൺകുട്ടിയുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ നീളം 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറച്ചാൽ മതിയല്ലോ. നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഇവിടെ ആകെയുള്ള സ്കെയിലിൻ്റെ നീളം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അത് പൊട്ടി അതിലൊരു കഷ്ണം പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ്. നമുക്ക് 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറച്ചാൽ ആൺകുട്ടിയുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ നീളം കിട്ടും. നമുക്ക് 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ കുറയ്ക്കാം. പക്ഷേ 4 മില്ലിമീറ്റർ കുറയ്ക്കണമെങ്കിൽ അവിടെ മില്ലിമീറ്റർ ഇല്ലല്ലോ. മില്ലിമീറ്ററിൽ നിന്ന് മാത്രമേ മില്ലിമീറ്റർ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. സോ നമുക്ക് 15 സെൻറ്റിമീറ്ററിനെ എങ്ങനെ എഴുതാം? 14 സെൻറ്റിമീറ്ററും
10 മില്ലിമീറ്ററും എന്ന് എഴുതാം. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ 14 സെൻറ്റിമീറ്ററിന് 10 മില്ലിമീറ്ററും എന്തിന് തുല്യമാണ്? 15 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ഇവിടെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതിയത്. ഇനി നമുക്ക് ഈ എളുപ്പത്തിൽ കുറയ്ക്കാം. 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറച്ചേ. 14 നിന്ന് 8 പോയാൽ എത്രയാണ്? സെൻറ്റിമീറ്ററിൽ നിന്ന് മാത്രം സെൻറ്റിമീറ്റർ കുറയ്ക്കുക. അപ്പോൾ 14 നിന്ന് 8 പോയാൽ നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 10 നിന്ന് 4 പോയാൽ 10 മില്ലിമീറ്ററിൽ നിന്ന് 4 മില്ലിമീറ്റർ കുറച്ചാൽ 6 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ ആൺകുട്ടിയുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ നീളം ഇതാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ, നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 15 സെൻറ്റിമീറ്ററിൽ നിന്നും 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറയ്ക്കണം. അതിനെന്താണ്? 14 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററിന് എഴുതി. കാരണം നമുക്ക് മില്ലിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 14 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും എന്ന് കിട്ടി. ഇനി രീതി 2 നോക്കിക്കേ. രണ്ടാമത്തെ രീതിയിൽ എല്ലാം മില്ലിമീറ്ററിലേക്ക് മാറ്റിയാണ് ചെയ്തത്. 15 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റിയാൽ എത്രയാണ്? 15 ഗുണിക്കണം 10 150 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 8നെയും 4നെയും ഒരുമിച്ച് എഴുതുക. 84 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി 150 മില്ലിമീറ്ററിൽ നിന്നും 84 മില്ലിമീറ്റർ കുറയ്ക്കുക. നമുക്ക് 66 മില്ലിമീറ്റർ എന്ന് കിട്ടി. 66 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 66 ഹരിക്കണം 10 ചെയ്യുക. 66 ഹരിക്കണം 10. 66ൽ 6 10 ആണുള്ളത്. 6 10 60 ബാലൻസ് 6 വരും. മുകളിൽ കിട്ടിയിട്ടുള്ള 6 സെൻറ്റിമീറ്റർ, താഴെ കിട്ടിയിട്ടുള്ളത് മില്ലിമീറ്റർ. നമുക്ക് ഉത്തരം 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും എന്ന് കിട്ടി. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ പറയുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിൻ്റെ ബാലൻസ് ഭാഗം അടുത്ത പാർട്ട് 3 വീഡിയോ ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇനി നെക്സ്റ്റ് ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയാം. സോ താങ്ക് യു ഫ്രണ്ട്സ്.